നമസ്കാരം. ഈ പുതിയ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബിസിനസ് അതിന്റെ പുതിയ ദിശയിലേക്ക് മാറുമ്പോൾ ആ യാത്രയെ വെറുമൊരു മാറ്റമായിട്ടല്ല, മറിച്ച് ഒരു വലിയ പര്യവേഷണമായി കണ്ട് പുരോഗതി എങ്ങനെ കൃത്യമായി ട്രാക്ക് ചെയ്യാനും വിജയം എങ്ങനെ അളക്കാമെന്നുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. എന്നാൽ നമ്മുടെ യാത്ര തുടങ്ങുന്നതിനു മുൻപ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരൊറ്റ ചോദ്യം നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്. പുതിയ ദിശയിൽ വിജയത്തെ എങ്ങനെ നിർവചിക്കുകയും അളക്കുകയും ചെയ്യും? വെറുതെ ഒരു മാറ്റത്തെ അതിജീവിക്കുക മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ് ആ പുതിയ ദിശയിൽ വൻവിജയമായി മാറുന്നുവെന്ന് ഉറപ്പാക്കാൻ ഈ ചോദ്യം നമ്മെ സഹായിക്കും. ഇന്നത്തെ വിശകലനത്തിനായുള്ള നമ്മുടെ അജണ്ട അല്ലെങ്കിൽ മാപ്പ് ഇതാണ്: പുതിയ ദിശ നിർവചിക്കുക, പ്രധാന മേഖലകൾ, കണക്കുകൾ ട്രാക്ക് ചെയ്യുക, മനുഷ്യരുടെ പങ്ക്, പ്രവർത്തനക്ഷമത, ഒടുവിൽ മോണിറ്ററിംഗ്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ആവശ്യമായ പ്രവർത്തനപരവും സാമ്പത്തികവുമായ കാര്യങ്ങളെല്ലാം ഇതിലുൾപ്പെടുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 1: പുതിയ ദിശ. ഏത് യാത്രയ്ക്കും ഒരു ലക്ഷ്യസ്ഥാനം വേണമല്ലോ. ശരി, നമുക്കിതിലേക്ക് നേരിട്ട് കടക്കാം. നമ്മുടെ യാത്ര എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് ആദ്യം ഉറപ്പിക്കണം. ഒരു വശത്ത് നമ്മുടെ കറന്റ് ബേസ് ലൈൻ, മറുവശത്ത് നമ്മൾ ലക്ഷ്യമിടുന്ന ടാർഗറ്റ്. ഇത് രണ്ടും തമ്മിൽ നേരിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ പുതിയ ദിശയിലൂടെ നമ്മൾ താണ്ടേണ്ട ദൂരവും ലക്ഷ്യവും വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അടുത്തതായി സെക്ഷൻ 2: പ്രധാന പെർഫോമൻസ് മേഖലകൾ അഥവാ KPIകൾ. ഇതൊരു വഴികാട്ടിയാണ്. കസ്റ്റമർ ഗ്രോത്ത്, ഫിനാൻഷ്യൽ ഹെൽത്ത് എന്നിവയുടെയൊക്കെ തന്ത്രപരമായ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രധാനം ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം, അതായത് ഓണർഷിപ്പ്, കൃത്യമായ ആർക്കാണെന്ന് നിശ്ചയിക്കുന്നതാണ്. നമ്മുടെ പര്യവേഷണത്തിന്റെ ഒരു ഘട്ടവും ഉത്തരവാദിത്തമില്ലാതെ അനാഥമായി പോകുന്നില്ല എന്നിത് ഉറപ്പാക്കും. ഇനി സെക്ഷൻ 3: കണക്കുകൾ ട്രാക്ക് ചെയ്യുക. നമ്മുടെ യാത്രയിലെ കൃത്യമായ കോർഡിനേറ്റുകൾ ഇവിടെയാണ്. നോക്കൂ, ഇതിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് അഥവാ CAC, ലൈഫ് ടൈം വാല്യൂ തുടങ്ങിയ മെട്രിക്സുകളാണവ. കാരണം നമ്മൾ തിരഞ്ഞെടുത്ത പുതിയ ദിശ സാമ്പത്തികമായി ലാഭകരമാണെന്ന് തെളിയിക്കേണ്ടത് ബിസിനസിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്. കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ലല്ലോ. ഒരു ബിസിനസിന്റെ നല്ല സാമ്പത്തിക ആരോഗ്യത്തിന് വരുമാനം, ലാഭം, ക്യാഷ് ഫ്ലോ, ROI എന്നിവയുടെയൊക്കെ ടാർഗറ്റും യഥാർത്ഥ പ്രകടനവും തമ്മിൽ നിരന്തരം ട്രാക്ക് ചെയ്തേ മതിയാകൂ. ഇത് വെറുതെ ട്രാക്ക് ചെയ്യാൻ മാത്രമല്ലാട്ടോ, എന്തെങ്കിലും വ്യതിയാനങ്ങൾ കണ്ടാൽ ഉടനടി ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാൻ കൂടിയാണ്. സെക്ഷൻ 4: മനുഷ്യരുടെ പങ്ക്. എല്ലാം വെറും കണക്കുകൾ മാത്രമല്ല. ഒരു പുതിയ മാറ്റം വരുമ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സ്കോറുകളും NPSഉം നമ്മൾ നിർബന്ധമായും വിശകലനം ചെയ്യണം. പുതിയ മാർക്കറ്റുകളിലേക്കുള്ള കടന്നുകയറ്റവും പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന്റെ തോതും വിലയിരുത്തുന്നതുവഴി നമ്മുടെ പുതിയ ബിസിനസ് മോഡൽ ഉപഭോക്താക്കൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. സ്ഥാപനത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് കേവലം സാമ്പത്തിക മാത്രമല്ല. ജീവനക്കാരുടെ മനോവീര്യം അളക്കാനുള്ള ഇന്റേണൽ സർവേകളും പുതിയ ഇന്നൊവേഷൻ ഇൻഡെക്സും ട്രാക്ക് ചെയ്യണം. പുതിയ ദിശയിലേക്ക് നീങ്ങുമ്പോൾ ബിസിനസ്സിനൊപ്പം നിങ്ങളുടെ സ്വന്തം ടീമും ഒരുപോലെ വളരുന്നുണ്ടെന്ന് ഇത് ഉറപ്പാക്കും. ഇനി സെക്ഷൻ 5: പ്രവർത്തനക്ഷമത. ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുന്ന ശരിക്കുള്ള എഞ്ചിൻ റൂം ഇതാണ്. സപ്ലൈ ചെയിൻ മുതൽ പ്രോസസ് ഓട്ടോമേഷൻ വഴി ക്വാളിറ്റി കൺട്രോൾ വരെ നീളുന്ന പ്രക്രിയകൾ ഒരു ഫ്ലോ ആയി ഇതിൽ മനോഹരമായി കാണിച്ചിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ ടാർഗറ്റ് KPIകൾ നിശ്ചയിക്കുകയും അവ നിരന്തരം നിരീക്ഷിക്കുകയും ചെയ്യുമ്പോൾ പ്രവർത്തനക്ഷമത വളരെ എളുപ്പത്തിൽ ഉറപ്പാക്കാൻ സാധിക്കും. അവസാനമായി സെക്ഷൻ 6: മോണിറ്ററിംഗും റീകാലിബ്രേഷനും. സക്സസ് റിവ്യൂ സമ്മറി വളരെ പ്രധാനമാണ്. എന്താണ് വിജയമെന്ന് കൃത്യമായി എഴുതിവെക്കാൻ ഇത് ലീഡർമാരെ പ്രേരിപ്പിക്കുന്നു. കൂടാതെ പുതിയ ബിസിനസ് മോഡൽ മുന്നോട്ടു കൊണ്ടുപോകണമെങ്കിൽ നിർബന്ധമായും നേടിയിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പരിധി അഥവാ മിനിമം ത്രെഷോൾഡ് എന്താണെന്നും നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തണം. നോക്കൂ, ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സേഫ്റ്റി മെഷർ. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള റെഡ് ഫ്ലാഗുകളും പരാജയസൂചകങ്ങളും മുൻകൂട്ടി തന്നെ നിശ്ചയിക്കുക. എപ്പോഴാണ് പ്രവർത്തനങ്ങളിൽ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു കോഴ്സ് റീകാലിബ്രേഷൻ ആവശ്യമായി വരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇത് നമ്മെ സഹായിക്കും. തന്ത്രപരമായ വളർച്ചയും ദീർഘകാല സുസ്ഥിരതയും ഉറപ്പാക്കാൻ നിങ്ങളുടെ പുതിയ ദിശയിൽ വിജയത്തെ എങ്ങനെ നിർവചിക്കുകയും അളക്കുകയും ചെയ്യും? ചിന്തിപ്പിക്കുന്ന ഈ ഒരു ചോദ്യത്തോടെ ഇന്നത്തെ ഈ എക്സ്പ്ലെയിനർ നമുക്ക് അവസാനിപ്പിക്കാം. ബിസിനസ്സിലെ നിങ്ങളുടെ സ്വന്തം പര്യവേഷണങ്ങളെ വിജയകരമായി മുന്നോട്ട് നയിക്കാൻ ഈ ആശയങ്ങൾ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. മറ്റൊരു വിഷയവുമായി അടുത്ത തവണ കാണാം. നന്ദി.